ഈ ജൂലൈ 5-ന് ജപ്പാനിൽ അതിശക്തമായിട്ടുള്ള സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞ റിയ തട്സുക്കിനെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അല്ലേ? എന്നാൽ പുള്ളിക്കാരത്തിയുടെ തന്നെ ഒരു പ്രവചനം ഇപ്പൊ വീണ്ടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. 2020 ലോകത്തിൽ വന്ന കോവിഡ് 10 വർഷങ്ങൾക്ക് ശേഷം 2030 ഒരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അതായത് 2020 നമ്മളെ ബുദ്ധിമുട്ടിച്ചതിനേക്കാളും കൂടുതൽ കോവിഡ് 2030 തിരിച്ചു വന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. 1999 പുള്ളിക്കാരത്തിയുടേതായിട്ട് പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐസോ എന്നുള്ള ബുക്കിലാണ് ഈ കോമിക് പുള്ളിക്കാരത്തി വരച്ചത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2020 ഒരു നിഗൂഢമായിട്ടുള്ള വൈറസ് ഈ ഭൂമിയിലേക്ക് വരും. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ഈ വൈറസ് വീണ്ടും തിരിച്ചു വരുമെന്നാണ്. നിങ്ങൾക്ക് എന്താ തോന്നണേ? 2030 കോവിഡ് വീണ്ടും തിരിച്ചു വരുമോ? പ്രവചനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ റിയോ തട്സുക്കി ഒറ്റയ്ക്കല്ല. പുള്ളിക്കാരത്തിന് കൂടെ ബാബോവാങ്കി ഉണ്ട്, നോസ്ട്രാഡാമസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തായാലും ഈ പ്രവചനങ്ങളൊക്കെ ശരിക്കും നടത്തിയതാണോ എന്ന് പോലും നമുക്കറിയില്ല. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, എന്തെങ്കിലും കാരണങ്ങളൊക്കെ വന്നിട്ട് നമ്മളെന്തായാലും തട്ടിപ്പോവും. അങ്ങനെ തട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഒരു പ്രശ്നം വരുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഫാമിലി ഉണ്ട് എന്നുണ്ടെങ്കിലാണ്. അതായത് നിങ്ങളെല്ലാവരും അങ്ങനെയല്ല എങ്കിലും കുറച്ച് പേരെങ്കിലും വീട്ടിലെ ചെലവുകൾ, വീട്ടിലെ എക്സ്പെൻസുകൾ, കാര്യങ്ങളൊക്കെ നോക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫാമിലിയും ജീവിക്കുന്നത്. ഇനി നിങ്ങളൊരു പ്രവാസിയും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 5-10 പേരോ ചിലപ്പോൾ നാട്ടിലുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമായിരിക്കും. നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ നമ്മുടെ ഭാവത്തിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ സാമ്പത്തികമായിട്ട് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കേണ്ടത്. നമ്മുടെ ബയോയിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മാസം 823 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 തൊട്ട് 50% വരെ കുറവിൽ എടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ NRI അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 18% GST ഇളവ് കിട്ടും. അതിന്റെ കൂടെ വർഷാവർഷം നിങ്ങൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% വേറെ ഇളവും കിട്ടും. ടോട്ടൽ 23% വരെ എക്സ്ട്രാ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടും. 80 വയസ്സ് വരെയുള്ളത് വേണോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെയുള്ളത് വേണോ, എങ്ങനത്തെ പ്ലാൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾ അടയ്ക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾക്ക് ക്ലെയിം ഒന്നും വേണ്ടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ച തുക മൊത്തം നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്ന തരത്തിലുള്ള പ്ലാനുകളുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ ഓർമ്മപ്പെടുത്താണ്, നിങ്ങളുടെ വയസ്സ് കൂടുന്തോറും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയും തോറും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരെണ്ണം എടുത്തു വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബയോയിലുള്ള ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇതിന്റെ കസ്റ്റമർ കെയറിന്റെ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആണ്. ഒരു ഫോൺ കോളിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളുടെ പ്രവാസികളായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിലും ഈ റീൽ അയച്ചു കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കാൻ പറഞ്ഞേക്ക്.